ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിലധികമായി അനിയത്തി ഇവിടെ വന്നതാണ്. നമ്മൾ ഈ പോലീസിലെ ഇതിന്റെ വിഷയങ്ങൾ പരാതി കൊടുത്തു എന്ന് പറയുന്നത് എന്താണ് പോലീസ് ഭാഗത്തെ നടപടി എന്തെങ്കിലും ഉണ്ടായിരുന്നു? എങ്ങനെ പരാതി കടലാസിൽ എഴുതി കൊടുത്തല്ലേ പകർപ്പ് വാങ്ങി? അപ്പൊ അതൊന്നും കഴിയുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം പോലും പോലീസുകാരൊന്ന് വന്നിട്ട് ഒന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ പരാതി കൊടുത്താൽ അതെന്താണ് എന്ന് അവിടെ വരുന്ന സംഭവം ഒന്ന് ഒരു അന്വേഷണത്തിന് ഒരു പോലീസുകാർ ഇവിടെ എത്തിയില്ല. ഒരു കുട്ടി ഒരു പോലീസിന്റെ തൊപ്പി വെച്ച ഒരാൾ ഈ വീട്ടിൽ കയറിയെങ്കിൽ അവന് പോലീസ് നല്ല പേടി വെച്ചു മോ വന്നില്ലെങ്കിൽ ഈ മൂക്കിൽ വരാൻ നേരമില്ല. ഈ മോനെ കൊന്ന മറ്റേ പയ്യനും ഇവനും ഫ്രണ്ട്സാണ്. ആരെ ഓനെന്നെ ദിവസം ഇവിടെ വന്നാൽ എന്നോട് പറഞ്ഞു അങ്ങനെ കൊന്നൂര് ഞങ്ങളപ്പുറം പഠിച്ചതാണ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യും നമ്മളപ്പുറം പഠിച്ചാണ് എനിക്കറിയൂല നമ്മളിപ്പോ എല്ലാരെയും ഒന്നും കാണൂലല്ലോ നമ്മളപ്പുറം പഠിച്ചാണെങ്കിൽ. അപ്പൊ ഈ ആശ്രമത്തോട് പറഞ്ഞു നമ്മളപ്പുറം പഠിച്ചതാണ് എനിക്കറിയൂല എന്ന് പറഞ്ഞു. ഓനെ ഇവിടെ ആദ്യം കൊണ്ടുപോകാനും വരാനൊക്കെ വരുന്നുണ്ട്. എന്റെ തലേന്ന് വരെ ചില മോളെ കല്യാണത്തിന് തലേന്ന് പേരാമ്പ്ര വന്നിട്ടുണ്ട്. പോലീസുകാർക്ക് അറിയില്ല. ഈ കുട്ടീന്റെ ഡ്രസ് എന്തോ കത്തിച്ചിട്ട് പോലീസ് കൊടുത്തല്ലേ ഡ്രസ് കത്തിച്ച് ഓൻ തന്നെ സ്റ്റാറ്റസ് എടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിക്ക്. അപ്പൊ മോളെ സർട്ടിഫിക്കറ്റ് അവിടെയുള്ളത്. അപ്പൊ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോ ആ സർട്ടിഫിക്കറ്റിന് കൊണ്ടുപോയി രാവിലെ ഇവിടെ വന്നു. അപ്പൊ നല്ലോണം സർട്ടിഫിക്കറ്റ് കൊടുത്ത് പോകാന്ന് പറയും. പിന്നെ അവര് പറയാൻ ഞാൻ സലാം ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം വരാം. അപ്പൊ നല്ലോണം പോയാൽ പിന്നെ തിരിച്ചങ്ങനെ വരിക. പിന്നെ വന്നിട്ടാണ് പറയുന്നത് മോളെ പിടിക്കുന്നത് വലിച്ചിടുന്നത് കുത്തുന്നത്. ഒരു ദിവസം ഒരു പോലീസുകാർ വന്നിരുന്ന അന്വേഷിക്കുന്നെങ്കിൽ ഇങ്ങനെ വരില്ല. ഈ പൈതൽ കുമ്മുണ്ടോ ഇവിടെ തൊട്ടടുത്ത് മദ്യക്കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിങ്ങനിപ്പോ വെള്ളം ഇപ്പൊ പറയുന്നത് മദ്യം കൊണ്ടുവരുന്ന വിൽക്കുന്നത് പബ്ലിക്കായിട്ട് എല്ലാ പരിപാടിയും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഓനെ പറയുന്ന ഉപ്പാനെ ലക്ഷ്യം വെച്ചാൽ ഇവിടെ വന്നത്. ഇനി ഉപ്പാക്കും ഉമ്മാക്കും ഇവിടെ ജീവിക്കട്ടെ. ഇവനെ പേടിച്ചിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഓനെ തൂക്കിലില്ല. ഒരാൾക്കെങ്കിലും ഇങ്ങനെ ഒരാൾക്കെങ്കിലും കൊടുത്താല് സംഭവം നടക്കുക ആ ഒരാളെ ഇനി പുറത്ത് കടത്തരുത്. ജാമ്യം ഒരാൾക്കും കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ? മക്കളെ വിട്ട് ഞങ്ങൾ നേരായി എത്തിയ എനിക്കോട് മാത്രമേ വേറെ ആരുമില്ല. പോലീസിന്റെ ഈ നിലപാട് ഇത് എല്ലാ ഭാഗത്തും കേരളത്തില് ഇതിന്റെ വിഷയം തന്നെയാണ്. എന്തായാലും നിങ്ങളെ കൊടുത്ത ഈ പരാതി വെച്ചുകൊണ്ട് പരാതി കൊടുക്കാനുള്ള ഗവൺമെന്റ് നിലപാട് നമുക്കറിയാം. പോലീസ് തന്നെയാണ് ഇതില് ഈ സംഗതിക്ക് വളം വെച്ച് കൊടുക്കുന്നതിന് പ്രധാന ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ പിന്നെ ഇങ്ങനെ നടക്കില്ല. ഇതെല്ലാത്തിനും പിടിച്ചങ്ങപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറക്കും. അപ്പോൾ ആർക്കും അറിയാം ഒന്നും നടക്കൂല. നമ്മളെന്ത് കളിച്ചാലും പ്രശ്നം ഇല്ലാന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കുണ്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്. അടുത്ത നടപടിയില്ല പറഞ്ഞാൽ ആർക്കും ഒരു പേടിയില്ല. ഈ പൈത മക്കളല്ലേ അനാഥയാകുന്നത്. ഈ പൈതലിനോടൊപ്പം എന്താ പറയാതെ എന്റെ ഉമ്മാൻ ചോദിക്കുന്നത്. എന്റെ ഉമ്മ എന്താ വരാത്ത? എന്റെ ഉമ്മാന്റെ അടുത്താക്കിട്ട് നമ്മളെവിടെ കൊണ്ടുപോയാക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. മോൻ അങ്ങനെ കാര്യങ്ങളല്ല. പക്ഷെ നല്ല കരച്ചിലായിരുന്നു എന്റെ മോനെ. ഈ മോളെ മുന്നിലിട്ട് കുട്ടികൾ ഈ മോളെ വന്നിട്ട് പറയുന്ന ഉമ്മനെന്തോ ചെയ്യുന്നു പാപ്പാന്ന്. ഈ 3 വയസ്സിന് കുഞ്ഞനാ കാണുന്നത്. എന്റെ ഉപ്പനെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഓളെ ഫസ്റ്റ് അങ്ങോട്ട് കൊലാനൊക്കെ പോയത്. ഉമ്മയും ഉപ്പയും കാര്യം അറിയുന്നില്ല. ഓളെ അടുക്കള അപ്പൊ ഓളെ ഫസ്റ്റ് ആയി ചെയ്തിട്ടിട്ട് മോള് വന്ന് പറഞ്ഞപ്പോഴാണ് ഓല ഓടി പോണത്. അപ്പൊ ഉപ്പനെ ലക്ഷ്യം വെച്ച് ഓളെ കണ്ടപ്പോ കുത്തി. അതൊന്നും ശരിയല്ലേ. ഫുള്ള് കള്ളത്തരാണ്. ഓന്റെ ഉമ്മ പറയുന്നുണ്ടല്ലോ. ഓന്റെ ഉമ്മ ഒന്നും
ഓൻ നല്ല മോനെ ഒന്നും കളിക്കില്ല ഇതാക്കില്ല. എത്രയോ പ്രാവശ്യം ഈ മോനും അടി കൂടിയിട്ടാണ് എത്രയോ പ്രാവശ്യം മോൻ ഇവിടെ വന്നിട്ട്. ഒരു പ്രാവശ്യം ഇവിടെ വന്നു നല്ലോണം ഒന്നും ചെയ്യൂലോ നല്ലോണം ഞാൻ നോക്കുന്നു പറഞ്ഞ് വണ്ടിമ കയറ്റി കൊണ്ടുപോയിട്ട് പോയി റൂമിലിട്ട് അടിച്ചോളാം. പിന്നെ ഒരു ദിവസം ഇവിടെ വന്നാലും പറഞ്ഞു ഈ പ്രാവശ്യം കച്ചറായാലും വന്ന് പറഞ്ഞു മോനെ അന്ന് കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി അടിച്ച് മോനെ നല്ലോണം എന്നോട് വന്ന് പറഞ്ഞാ പിന്നെ തിരിച്ചു കൊണ്ടുപോയാ പിന്നെ കുട്ടികൾ ഭയങ്കര മർദ്ദന. ഓൻ പറങ്ങി പോയി അതിനോട് പറഞ്ഞു ഞാൻ നാണം കെട്ടി ഇനി ഓനെ പുറത്തെടുത്ത് ഓൻ വീണ്ടും ഒരു കല്യാണം കഴിച്ച ആ കുട്ടിന്റെ ഭാഗ്യം കൂടി ഇല്ലാണ്ടാകുക ചെയ്യും. ഒരു കാലത്തും പുറത്തു വിടുക. നോക്കണം നിങ്ങളെ സമാധാനം നിൽക്ക്. ഇനി അവനെ പുറത്തിറക്കരുത്. നമുക്ക് ഈ മക്കളെ ഇവിടെ സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ടത്? എന്റെ ഉമ്മക്കും ഉപ്പക്കും പരിക്കരുത്. ഓരോ കോളേജില്ല ഓരോ പോലെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഉമ്മ വരും ഹോസ്പിറ്റലിലെ കേസ് ഇപ്പം മല്ലൊക്കെ പോരാനാവുമല്ലോ. അപ്പൊ വൈകുള്ളൂ ഇവിടെ ഫ്രണ്ടിലൊക്കെ നിൽക്കാതെ ഞങ്ങൾക്കൊക്കെ വീട് കാഴ്ചയും മക്കളൊക്കെ പഠിക്കുന്നതാണ്. നമുക്കില്ലൊന്നും വന്ന് നിൽക്കാൻ കഴിയില്ല. നല്ല സ്നേഹബന്ധമുള്ള കുടുംബമായിട്ട് ഞങ്ങളുടെ കൂട്ടുകുടുംബം നല്ല സ്നേഹത്തില. ഈ മോള് മാത്രമേ എന്റെ ചതി പെട്ടുപോയിട്ടുള്ളൂ. അവളെ വിധി ഇങ്ങനെയാ. എന്നോട് പറയല്ല എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്നോട് പറയലുണ്ടായി. ഇപ്പൊ അടുത്ത് പോലും ഓളിനോട് പറഞ്ഞ ഞാൻ ചോദിച്ചു മോളെ നല്ല ചെറുത് അതിന് അങ്ങനെ പറഞ്ഞതാണ് എന്നോട് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഇവിടെ അടുത്ത വീട്ടിലുള്ള കാക്കരോട് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് പറയാൻ പറ്റാത്തത്. അതെന്താണ് ഞങ്ങൾക്ക് അറിയൂല. സമാധാനം കിട്ടോ മറ്റു നോക്കട്ടെ പോലീസിനെ കാര്യം എന്താ ചെയ്യേണ്ടതെന്നാണ്. പുറത്ത് വിടാറ് ഒരിക്കലും എനിക്ക് പുറം ലോകം കാണാറ്. ഒരാളും ജാമ്യം എടുക്കാൻ പോകാറ്.